നമസ്കാരം. ഇറാനുമായുള്ള ചർച്ച കഴിഞ്ഞ് US വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങുകയാണ്. സ്റ്റീവ് വിറ്റ്കോഫ്, ജറാദ് കുഷ്ണർ തുടങ്ങിയവർ അടങ്ങിയ JD വാൻസിന്റെ അമേരിക്കൻ സംഘം ഇറാനുമായുള്ള ചർച്ചകൾക്കൊടുവിൽ മടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നടന്നത്? ചർച്ച പരാജയമായിരുന്നോ? ഇനിയൊരു ശുഭകരമായ സാധ്യത മുന്നിലുണ്ടോ? യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട 2 ആഴ്ചത്തെ വെടിനിർത്തൽ പാളിപ്പോകുമോ? യുദ്ധം വീണ്ടും ഉടൻ തുടങ്ങുമോ? പലവിധ ആശങ്കകളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തൊക്കെയാണ് ഈ ചർച്ചകളുടെ ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നൊരു ഏകദേശ ചിത്രം നമുക്ക് മുന്നിൽ ലഭ്യമാണ്. വാർത്താ ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്തി നോക്കാം. ആദ്യം ചർച്ച പരാജയമാണ് എന്ന ഒരു നരേറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറാൻ വിട്ടുവീഴ്ച ചെയ്തില്ല, അതുകൊണ്ട് ചർച്ച പരാജയപ്പെട്ടു എന്നാണ് ട്രംപ് അനുകൂല US മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. JD വാൻസും ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് പുറമേക്ക് നടത്തിയത്. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? അല്ല എന്ന് വേണം കരുതാൻ. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചർച്ച പരാജയം, ഇറാൻ വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന നരേറ്റീവിൽ പൊതിഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് എങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക്, വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ശുഭപ്രതീക്ഷകൾ അവശേഷിക്കുന്നുണ്ട്. ആദ്യം JD വാൻസിന്റെ പ്രതികരണം നമുക്ക് നോക്കാം. ചർച്ച അവസാനിപ്പിച്ചു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഒരു ഉടമ്പടിയിലെത്താൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ വാർത്തയാണ്. ഇത് അമേരിക്കയേക്കാൾ ഇറാനാണ് കൂടുതൽ ബാധിക്കുക എന്ന് ഞാൻ കരുതുന്നു. അതിനാൽ ഞങ്ങൾ ഒരു ഉടമ്പടിയിൽ എത്താതെ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. ചർച്ചകളിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നല്ല, അതായത് ചർച്ചയ്ക്ക് അരങ്ങൊരുക്കിയ പാകിസ്ഥാനിൻ്റെ ഭാഗത്തു നിന്നല്ല. അവർ ഒരു അത്ഭുതകരമായ ജോലി ചെയ്യുകയും ഇറാനികൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള വിടവ് നികത്തി ഒരു കരാറിലെത്താൻ സഹായിക്കാൻ തീവ്രമായി ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ 21 മണിക്കൂർ ചർച്ചകൾ നടന്നു. ഇറാനികളുമായി ധാരാളം വിഷയം ചർച്ച ചെയ്തു. അതാണ് നല്ല വാർത്ത. ഞങ്ങൾക്കൊരു ഉടമ്പടിയിൽ, കരാറിലെത്താൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമാണ്. ഇതാണ് JD വാൻസ് പറഞ്ഞത്. അതായത് ഒരു എഴുതിയ അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു കോൺട്രാക്റ്റ് അവിടെ രൂപപ്പെട്ടില്ല എന്നാണ് JD വാൻസ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ ചർച്ചകളിൽ പല കാര്യങ്ങളും നടന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവുക. പക്ഷേ പരാജയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ചർച്ച. എന്നാൽ അമേരിക്കയുമായുള്ള ഇസ്ലാമാബാദിലെ ചർച്ച കരാറിലെത്താതെ അവസാനിച്ചു എന്ന് ഇറാൻ വാർത്താ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. US-ന്റെ അമിതമായ ആവശ്യങ്ങൾ പൊതുവായ ഒരു കരാറിൻ്റെ ചട്ടക്കൂട് ഉണ്ടാക്കുന്നതിൽ തടസ്സമുണ്ടാക്കി എന്നാണ് ഇറാൻ അധികൃതരുടെ വാദം. 2 കാര്യങ്ങളിൽ തട്ടിയാണ് ചർച്ച ഇപ്പോൾ നിൽക്കുന്നത്. 1, ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത അവകാശങ്ങൾ. 2, ഇറാന്റെ ആണവ അവകാശങ്ങൾ. ഈ വിഷയങ്ങളിൽ അമേരിക്ക ഉന്നയിച്ച നിർദ്ദേശങ്ങളോട് ഇറാന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇറാന്റെ വിശദീകരണം ചുരുക്കത്തിൽ ഇങ്ങനെയാണ്: ഔദ്യോഗികമായ ഒരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിലും പല കാര്യങ്ങളിലും സമവായം ആയിട്ടുണ്ട്. മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ മർമ്മപ്രധാനമായ 2 വിഷയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അതുപക്ഷേ ഇറാനെതിരായി യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി നേടിയെടുക്കാൻ US ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്നത് ചർച്ചയിലൂടെ നേടിയെടുക്കാനാണ് US ശ്രമിച്ചത്. ചർച്ചാമുറിയിൽ ഈ 2 കാര്യങ്ങൾ US പ്രതിനിധികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. രാജ്യത്ത് നിന്ന് ആണവ വസ്തുക്കൾ നീക്കം ചെയ്യുക, ഹോർമുസ് കടലിടുക്കിനെ ഇറാന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നിവ. എന്നാൽ ഇറാനിയൻ പ്രതിനിധി സംഘം ആ നിലപാട് അംഗീകരിച്ചില്ല. യുദ്ധത്തിൽ നേടാൻ കഴിയാത്ത ഈ കാര്യങ്ങൾ ചർച്ചാമുറിയിൽ നിന്ന് നേടിയെടുക്കാനുള്ള നീക്കം ഇറാനിയൻ പ്രതിനിധി സംഘം പരാജയപ്പെടുത്തിയെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം ന്യൂസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമിതമായ ആവശ്യങ്ങളും അമേരിക്കയുടെ അത്യാഗ്രഹവും അവരെ യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് വളരെ ദൂരെയാക്കി എന്നാണ് ഇറാന്റെ നിലപാട്. ഇതേസമയം ഇറാനും അമേരിക്കയും നിരവധി വിഷയങ്ങളിൽ ധാരണയിൽ എത്തിയെന്നും 2-3 പ്രധാന കാര്യങ്ങളിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖേയി പറഞ്ഞിട്ടുണ്ട്. 40 ദിവസത്തെ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തിന് ശേഷമാണ് ചർച്ചകൾ നടന്നത്. അവ സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അന്തരീക്ഷത്തിലാണ് നടന്നത്. ആദ്യമേ കൂടിക്കാഴ്ചയിൽ ഒരു കരാറിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഇസ്മായിൽ ബഖേയുടെ വിശദീകരണത്തിലെ വിശദാംശങ്ങൾ ഇത്രയും പോയിന്റുകളാണ്. 1979 ശേഷം ആദ്യമായാണ് അമേരിക്കൻ ഇറാനിയൻ പ്രതിനിധികൾ മുഖാമുഖം ഒരു ചർച്ചയ്ക്കിരിക്കുന്നത്. ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചാണ് വർഷങ്ങളായി US-ഉം അമേരിക്കയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇറാനെ പ്രതിസന്ധിയിലാക്കിയ വലിയ ആഗോള ഉപരോധത്തിലേക്ക് ഈ തർക്കം നയിച്ചു. ഇറാന് പല പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരുപക്ഷെ റഷ്യയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം, പിന്നെ ഇറാന്റെ വിൽ പവറും കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമായി ഇറാൻ മാറി. ഇപ്പോൾ അമേരിക്കയുടെ ഈ യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേൽ അടക്കമുള്ള 2 രാജ്യങ്ങളുടെ കനത്ത
അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തോട് പ്രതിരോധിച്ച് നിൽക്കാൻ വരെ അവർക്ക് കഴിയുന്നത് ആ വിൽ പവർ കൊണ്ടുകൂടിയാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നും ആണവോർജ്ജ പരിപാടി മാത്രമാണ് ലക്ഷ്യമെന്നും ഇറാൻ നിരന്തരം പറയുന്നുണ്ട്. രാജ്യത്തെ അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങൾക്കുള്ള പരിപാടികൾ നടത്താതെ നിർവാഹമില്ല. അതിനെ ആണവായുധ പദ്ധതിയായി അവതരിപ്പിച്ച് ഇറാനെ ഇല്ലാതാക്കാനാണ് നീക്കമെന്ന് ഇറാൻ നിരന്തരം ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ സമീപ വർഷങ്ങളിൽ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിച്ചു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ US-ഉം ഇസ്രായേലും ഇറാനെതിരെ രംഗത്തിറങ്ങുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇറാനെതിരായ ആക്രമണം സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ നടത്തിയ നീക്കം പരാജയപ്പെട്ടതിന് ശേഷമാണ് ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചത്. അതും ആണവായുധ നിരായുധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ഒരു രാജ്യത്തെ ചതിയിൽ വീഴ്ത്തി ആക്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആണവായുധം നിർമ്മിക്കുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും യുറേനിയൻ സമ്പുഷ്ടീകരണം നടക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ എന്നുമാണ് UN-ൻ്റേതടക്കമുള്ള ഏജൻസികളുടെ നിരീക്ഷണം. അതും അമേരിക്കയെ, ഇസ്രായേലിനെ ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അവരെ കുഴപ്പത്തിലാക്കി, വെട്ടിലാക്കി പുറത്ത് വന്ന വെളിപ്പെടുത്തലുകളാണ്. എന്നിട്ടും US-ഉം ഇസ്രായേലും ഇറാനെതിരായി നടത്തിയ നീക്കം പശ്ചിമേഷ്യയിലും എണ്ണ വിതരണത്തിലും ആധിപത്യം നേടിയെടുക്കാനുള്ള യുദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ചർച്ചകളിൽ ഇറാൻ അപ്പോഴും യുറേനിയൻ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് നിലപാട് വ്യക്തമാക്കുന്നത്. അത് പക്ഷേ ആണവായുധ നിർമ്മാണത്തിനല്ല എന്ന് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നു. ചർച്ചകൾ നടക്കുന്നതിനിടെ പുറത്ത് അത്ര പന്തിയല്ലാത്ത സംഘർഷ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരുന്നു എന്ന് വാർത്തകൾ വ്യക്തമാക്കുന്നുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ അനുസരിച്ചുകൊണ്ടാണെങ്കിലും ചർച്ച പരാജയപ്പെട്ടാൽ വലിയ ആക്രമണ സാധ്യത US സേന വാർത്തകളായി, റിപ്പോർട്ടുകളായി പുറത്തു വന്നിരുന്നു. US സേനയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന്. ഹോർമുസ് പിടിച്ചെടുക്കുന്നതടക്കം US സേനയുടെ പദ്ധതിയിലുണ്ടെന്ന റിപ്പോർട്ടുകൾ. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പുറത്ത് വെല്ലുവിളികളും അവകാശവാദങ്ങളും ഒക്കെ കനത്തത്. US-ൻ്റെ യുദ്ധക്കപ്പലുകൾ ഹോർമുസിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് അതിൽ ഏറ്റവും പ്രധാനം. US-ൻ്റെ 2 യുദ്ധക്കപ്പലുകൾ ഹോർമുസിൽ പ്രവേശിച്ചു എന്ന അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞയച്ച ആളുകൾ അവിടെ ചർച്ച നടത്തുന്നതിനിടയിൽ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഹോർമുസ് പ്രവേശനം വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടല്ലോ ഇറാൻ സേന. അതുകൊണ്ട് ഇറാൻ സേന അവിടെ നിയന്ത്രണം കടുപ്പിച്ചിരുന്നു. ഇറാനെതിരായി ആക്രമണം നടത്തുന്ന US-ൻ്റെയും ഇസ്രായേലിൻ്റെയും സഖ്യകക്ഷികളുടെയും ആക്രമണത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെയും കപ്പലുകൾക്കുള്ള പ്രവേശനമാണ് നിലവിൽ ഹോർമുസിൽ വിലക്കിയിട്ടുള്ളത്. എന്നാൽ കടലിൽ ബോംബുകളുണ്ട് എന്നും അത് തകർക്കാൻ ഇറാൻ ഇപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കണക്കില്ല എന്നും ഒക്കെയുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ പ്രചരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി കടലിൽ ബോംബുകൾ സ്ഥാപിക്കുന്ന 28 ബോട്ടുകൾ മുക്കിയതായി ട്രംപ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടു. ഈ ചർച്ച നടക്കുമ്പോൾ കടലിലെ ബോട്ടുകൾ നീക്കാൻ US സേന ഹോർമുസിൽ പ്രവേശിച്ചു എന്നാണ് US സേനയും പറഞ്ഞത്. എന്നാൽ ഇറാൻ അത് നിഷേധിച്ചു. 2 US യുദ്ധക്കപ്പലുകൾ പ്രവേശിക്കാൻ ശ്രമിച്ചു എന്നത് ഇറാൻ സ്ഥിരീകരിച്ചു. പക്ഷേ ആ യുദ്ധക്കപ്പലുകളെ ഇറാൻ സേന മടക്കി വിട്ടു എന്നും അവർ വ്യക്തമാക്കി. ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ഇറാൻ TV ഇക്കാര്യം വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ ചൈന ഇറാന് വേണ്ടി ആയുധങ്ങൾ കൈമാറുന്നു എന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ ന്യൂസ് എറ്റോസിലെ വീഡിയോയിൽ തന്നെ നമ്മൾ വിശദീകരിച്ചു. അത്തരം റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതിന് പിന്നാലെ രോഷം പ്രകടിപ്പിച്ച് ട്രംപ് രംഗത്ത് വരികയും ചെയ്തു. ഈ ഘട്ടത്തിൽ, ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ഇറാനിലേക്ക് ആയുധങ്ങൾ അയച്ചാൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. ഇറാനും US-ഉം തമ്മിലുള്ള വെടിനിർത്തലിനിടെ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് വലിയ സന്നാഹങ്ങളാണ് US സൈന്യം ഏർപ്പെടുത്തിയിരുന്നത്. നേരത്തെ തന്നെ ഇറാന് ചുറ്റും വിന്യസിച്ച പടക്കപ്പലുകൾ പിൻവലിക്കാനോ ഒന്നും തയ്യാറാവാതെ അത് കൂടുതൽ ഊർജ്ജസ്വലമായി നിലനിർത്തുകയാണ് ചെയ്ത് ചർച്ച നടക്കുന്ന ഘട്ടത്തിലും. അത് ചർച്ചയ്ക്ക് ശേഷം വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഭീതി രൂപപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിന് വിഘാതമായി ഇറാന് US-നെ നേരിടാൻ തക്ക ബലം നൽകുന്ന അത്യാധുനിക ആയുധങ്ങൾ കൈമാറുന്നു ചൈന എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അത് US-നെ ഞെട്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രതികരണം. ചൈന അങ്ങനെ ചെയ്താൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങൾ വഴി മുന്നറിയിപ്പ് നൽകി. വരുന്ന ആഴ്ചകളിൽ ഇറാന് പുതിയ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചേക്കാം എന്നായിരുന്നു US ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്. മൂന്നാമതൊരു രാജ്യം വഴിയാണ് ആയുധങ്ങൾ ഇറാന് നൽകുന്നത് എന്നും US ഇൻ്റലിജൻസിനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനക്ക് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ അങ്ങനെ ഒരു ആയുധ കൈമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് US-ലെ ചൈനീസ് എംബസി വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും ആദ്യഘട്ട ചർച്ചകൾ, ഇസ്ലാമാബാദ് സംസാരം സമ്പൂർണ്ണമായി വിജയിക്കാതെ പിരിഞ്ഞുവെങ്കിലും ഇതുവരെ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിട്ടില്ല. ചർച്ചകളിലെ വിശദാംശങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്. പരാജയം എന്ന് ഇരുകൂട്ടരും പുറമേക്ക് പറയുമ്പോഴും മുൻ നിലപാടുകളിൽ അയവ് വന്നിട്ടുണ്ട്. സമാധാനത്തിലേക്ക് കുറെ കൂടി അടുത്തു എന്നർത്ഥം. US-ന് വിജയം എന്ന് പറയാൻ ഒരു മുദ്രാവാക്യം കിട്ടണം ട്രംപിന്. അത് കിട്ടാത്തതിൻ്റെ പ്രശ്നം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ഇറാനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി എന്ന് പ്രഖ്യാപിച്ച് ട്രംപ് ഇടയ്ക്കിടെ ആശ്വാസം കൊള്ളുമ്പോഴും മുഖ്യ ലക്ഷ്യങ്ങളൊന്നും അവർ നേരത്തെ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളൊന്നും സാധിച്ചെടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഭരണകൂട മാറ്റം, ഇറാൻ്റെ തകർച്ച,
ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ഇല്ലായ്മ ചെയ്യൽ, അങ്ങനെ ഒന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവർ പ്രതിരോധിച്ച് നിൽക്കുകയും ചെയ്തു. വലിയ നഷ്ടം ഈ ഇസ്രായേലിനെയും യു എസിനെയും സംബന്ധിച്ചുണ്ടായി. GCC രാജ്യങ്ങളിലടക്കം അവരുടെ സൈനിക താവളങ്ങൾ ഏകദേശം സമ്പൂർണ്ണമായി എന്ന് പറയാവുന്ന വിധത്തിൽ നശിപ്പിക്കപ്പെട്ടു. അത്തരത്തിലുള്ള സ്ഥിതിയൊക്കെ ഉണ്ട്. അതിനിടയിൽ ഹോർമുസിൽ അപ്രതീക്ഷിതമായി ഒരു തിരിച്ചടിയും ഏൽക്കേണ്ടി വന്നു. അതുകൊണ്ട് യുദ്ധാരംഭത്തിലെ പ്രധാന ആവശ്യം, പ്രത്യക്ഷത്തിലെ ആവശ്യമായ ആണവ നിരായുധീകരണത്തിനൊപ്പം രണ്ടാമതൊരു പ്രശ്നം കൂടി US മുന്നിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അത് ഹോർമുസാണ്. ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവർ രൂപപ്പെടുത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഘട്ടമാണ് എങ്കിലും ഈ ചർച്ച താൽക്കാലികമായി മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമുസിൽ നിബന്ധനകൾക്കനുസരിച്ച് ഇരുകൂട്ടരും വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ആണവ ആയുധ ശേഖരണം എന്നുള്ള അമേരിക്കയുടെ ആരോപണം യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച കാര്യത്തിലും പുതിയ ആശയങ്ങൾ ഉരുത്തിരിയും എന്നുള്ള ശുഭചിന്ത പലരും പങ്കുവെക്കുന്നുമുണ്ട്. ഇരുപക്ഷത്തു നിന്നുമുള്ള വിദഗ്ധർ ഇനിയിപ്പോൾ തുടർ ആലോചനകൾക്കായി സാങ്കേതിക രേഖകൾ കൈമാറുമെന്ന് ഇറാൻ സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. ചർച്ചകൾ പക്ഷേ തുടരും എന്നാണ് നിലപാട്. എന്നാൽ തുടർ ചർച്ചകൾ എപ്പോഴായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഞായറാഴ്ചയും ചർച്ചകൾ തുടരുമെന്ന് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പറയുന്നുണ്ടെങ്കിലും അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ആശയ കൈമാറ്റങ്ങളായിരിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാം വട്ട ഉന്നതതല ചർച്ചകളിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾക്കായി വിദഗ്ധ സംഘം വിശദമായ ആശയ കൈമാറ്റവും കരാർ രൂപവൽക്കരണത്തെക്കുറിച്ചുള്ള സാധ്യതകളും തേടും എന്നാണ് വിവരം. ഇസ്ലാമാബാദ് ചർച്ച കഴിഞ്ഞ് മടങ്ങുന്നതായി JD വാൻസ് പ്രഖ്യാപിച്ചു എങ്കിലും സമാധാന ചർച്ച സമ്പൂർണ്ണമായി അവസാനിച്ചു എന്ന് US പറയുന്നില്ല. ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളാനായിട്ടില്ല എന്നാണ് വിവരം. അതായത് ചർച്ചകൾക്ക് തുടർച്ചയുണ്ടാകും എന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടു എന്ന ആഖ്യാനം സമ്പൂർണ്ണമായി ശരിയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. US അടുത്ത ഘട്ട ചർച്ചകൾക്കായി കൂടിയാലോചനകളിലേക്ക് കടക്കും. അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. യുദ്ധം തുടരുക എന്നാൽ US സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. 2 ആഴ്ചത്തേക്ക് ഉള്ള സമയം അവരുടെ മുമ്പിലുണ്ട്. ഇനിയും ഒരു പടി കൂടി കടന്നുള്ള യുദ്ധ സാഹചര്യത്തിലേക്ക് US കടന്നാൽ ട്രംപിന് നാട്ടിൽ മാത്രമല്ല ലോകത്താകെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇസ്രായേലിനെ ട്രംപ് പറഞ്ഞടക്കി എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സാഹചര്യത്തിൽ US ആവശ്യം, പ്രത്യേകിച്ചും ആണവായുധം സംബന്ധിച്ച് ഇറാന്റെ നിലപാടിൽ ഒരു ഉറപ്പ് ലഭിച്ചാലും ട്രംപിന് വിജയം ആഘോഷിക്കാനുള്ള കാരണം കിട്ടും. ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കില്ല എന്ന ഒരു ഉറപ്പ് അതിപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതുമാണ്. ഹോർമുസിൽ പക്ഷേ ഇറാന്റെ നിലവിലെ ആധിപത്യത്തിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയുമില്ല. പക്ഷേ യുദ്ധ സാഹചര്യത്തിൽ യുദ്ധാനന്തരം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരമായി ഇറാൻ പുനർനിർമ്മാണത്തിനായി ഹോർമുസിൽ നിന്ന് ഫീസ് ഈടാക്കാനുള്ള നീക്കം നേരത്തെ തന്നെ ട്രംപ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ US അതിന് ഇനി തുടർന്നും അതിനെ അനുവദിച്ചേക്കും എന്ന നിലവിലെ സൂചനകൾ ഉണ്ട്. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ. ഇനി വെടിയുച്ചകൾ ഉയരാതിരിക്കട്ടെ. ഈ സമാധാന ചർച്ചകൾക്ക് തുടർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.